ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിലേക്ക് 1 കിലോ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് വലിയ ജീരകം, 1 സ്പൂണ് ചിക്കൻ മസാല, ഒരു ചെറിയ ഒരു നാരങ്ങൻ്റെ നീര്, പിന്നെ 1 സ്പൂണ് മസാലപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഇതിലേക്കിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്തു. ഇനി ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യുന്ന നേരം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട്. അപ്പം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ പോകാം. വറുത്തരയ്ക്കാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത്, 2 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണം പട്ട, കുറച്ച് കറിവേപ്പില. നമുക്കെന്നാലിത് വറുക്കാൻ പോവാം. ഇങ്ങനെ തേങ്ങ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി വഴറ്റുക. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തത്, ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് മുറിച്ചത്, ഒരു 2 തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 15 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതുക്കിയത്. ഞാൻ ചിക്കൻ കറി ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പച്ചമുളക് ഇടുകയാണ്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി അതിടുക. എന്നിട്ട് വഴറ്റുക. നമുക്ക് ലേശം ഉപ്പിടാം. അത് വേഗം ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി എടുത്തിടാം. അതൊന്ന് വഴറ്റാം. ഇടാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൂടി ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ടിത് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്തരച്ച തേങ്ങയില്ലേ, അതിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.